നമ്മൾ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. മണിച്ചേട്ടന് പറയാലോ നമോ ഭാഗം. ഇന്ന് ജനുവരി 13, 2026 ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അനിയത്തിയുടെ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് അടിച്ചിട്ടാണ്. ഇന്നത്തെ യാത്ര തിരൂരിലേക്കാണ്. ഇന്ന് വർക്കിനായി പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം തിരൂരാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു സ്ഥലത്ത് പോകേണ്ടി വന്നു. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് സീരീസിലെ ഒരു ഷോട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. ആ ഷോട്ടിലേക്ക് വേണ്ടിയുള്ള പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇതാണ് ആ ഐറ്റം. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ റൂട്ടിലിറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയാൽ എനിക്ക് ആദ്യം വേണ്ടത് വെള്ളമാണ്. സാധാരണ എനിക്ക് തണുപ്പിനേക്കാൾ കൂടുതൽ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ വെള്ളം കൂടി അധികം കൂടുതലാണ്. ഞാൻ പലപ്പോഴും മെഡിക്കൽ റെപ്പാണെന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ജോലി എന്താണെന്ന് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഈ കുത്തിക്കുറിക്കുന്ന മെഷീനില്ലേ, ഇത് ഞങ്ങളുടെ കമ്പനിയുടേതാണ്. ഇങ്ങനെയുള്ള മെഷീനുകൾ വിൽക്കുക, അതിൻ്റെ സർവീസുകൾ നോക്കുക, അതൊക്കെയാണ് എൻ്റെ പണി. ഞങ്ങളുടെ പണിക്ക് സ്വതവേ രാത്രി പകലെന്നൊന്നുമില്ല. ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. അതാണെങ്കിൽ മുഴുവൻ സമയം ഉറക്കമായിരിക്കും. ഇന്ന് ശരിക്കും ഉച്ചയാവുന്നതിന് മുമ്പ് തന്നെ വിശപ്പ് തുടങ്ങിയിരുന്നു. കാരണം എന്താണെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. വിശപ്പ് കലശലായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ ടൗൺ മൊത്തം അരിച്ചു പെറുക്കി. ഒരു ഹോട്ടൽ പോലും കിട്ടിയില്ല എനിക്ക്. പണ്ടത്തെ ആളുകളൊക്കെ തമാശയ്ക്ക് പറയുന്ന പോലെ വിശന്നിട്ട് ഇനി കണ്ണ് കാണാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ഒടുവിൽ ആ ടൗണിൽ നിന്നും ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഞാൻ വയലത്തൂർ എന്ന സ്ഥലത്തെത്തുന്നത്. അവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് കയറി. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഫുഡ് കിട്ടി. കൊണ്ടുവച്ചപ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും കഴിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി അതിഗംഭീരമായ ഒരു ഐറ്റം ആയിരുന്നു. എൻ്റെ വിശപ്പ് കാരണമാണോ അതോ അതിൻ്റെ ടേസ്റ്റ് കാരണമാണോ എന്നറിയില്ല. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ കഴിച്ചു തീർത്തു ഞാൻ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഒടുവിൽ വർക്ക് തീരുന്നത് വൈകുന്നേരമാണ്. വർക്കെല്ലാം തീർത്തിട്ട് ഞാൻ നേരെ പോയത് ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസിലേക്കാണ്. അവിടെ ചെന്നിട്ട് കുറച്ചു നേരം അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ചായ കുടിക്കാൻ അവരോട് കൂടെ ഇറങ്ങി. ചായ കുടിച്ചു കഴിഞ്ഞിട്ടും ആ സംസാരം അങ്ങനെ തുടർന്നു. അത് എത്ര നേരം ഉണ്ടായിരുന്നു എന്ന് ഒരു ബോധവുമില്ല. അടുത്ത റൗണ്ട് വിശപ്പിന്റെ വിളി എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു പരസ്പര ബോധമുണ്ടായത്. നേരെ പോയി TNTയിലേക്ക്. ഒരു ഫുൾ ഷവായി കഴിക്കാനൊക്കെ വിശപ്പുണ്ടായിരുന്നെങ്കിലും ആദ്യം കഴിച്ചപ്പോൾ തന്നെ വിശപ്പ് തീർന്നു. ഞാൻ ഇന്ന് കഴിച്ച തിരൂരിലെ TNTയെക്കാളും കോഴിക്കോടുള്ള TNTയെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് എടപ്പാളിലെ TNT ആണ്. ഒടുവിൽ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വെച്ച് തിരിച്ചു. നമ്മുടെ ബൈപ്പാസിലേക്ക് എത്തുന്നവരെ 10-55 കിലോമീറ്റർ സ്പീഡിലായിരുന്നെങ്കിൽ ബൈപ്പാസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏത് സ്പീഡിലാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇടയ്ക്ക് നോക്കുമ്പോൾ 80-75 കണ്ടിട്ടുണ്ട്. സാധാരണകളിൽ ഞാൻ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാറില്ല. ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അതുപോലെ തന്നെ റോഡിലാണെങ്കിൽ ഒരു വണ്ടിയും ഇല്ല. അതുകൊണ്ട് സ്പീഡ് എടുത്ത് പോയതാണ്. അങ്ങനെ ഇന്നത്തെയും എൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.